അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 3-ാമത്തെ സ്കന്ധം 26-ാമത്തെ അധ്യായത്തിൽ 37-ാമത്തെ ശ്ലോകം മുതൽ നമ്മൾ ഇന്ന് പാരായണം ചെയ്യുകയാണ്. ഏകൈകാം പൂജയേൻ നിത്യമേകവൃദ്ധ്യാ തഥാ പുനാ ദ്വിഗുണം ത്രിഗുണം വാപി പ്രത്യേകം നവകം ച വാ വിഭവസ്യാനുസാരേണ കർത്തവ്യം പൂജനം കില വിത്തശാഠ്യം ന കർത്തവ്യം രാജൻ ശക്തിമഘേ സദാ ഏകവർഷാ ന കർത്തവ്യ കന്യാപൂജാവിധൗ നൃപ പരമജ്ഞാതു ഭോഗാനാം ഗന്ധാദീനാം ച ബാലികാ കുമാരികാ തു സാ പ്രോക്ത ദ്വിവർഷായ ഭവേദിഹ ത്രിമൂർത്തിശ്ച ത്രിവർഷാ ച കല്യാണീ ചതുരബ്ദികാ രോഹിണീ പഞ്ചവർഷാ ച ഷഡ്വർഷാ കാളികാ സ്മൃതാ ചണ്ഡികാ സപ്തവർഷാ സ്യാദഷ്ടവർഷാ ച ശാംഭവി നവവർഷാ ഭവേദ്ദുർഗാ സുഭദ്രാ ദശവാർഷികി അത ഊർധ്വം ന കർത്തവ്യാ സർവകാര്യവിഗർഹിത ഏഭിശ്ച നാമഭിഃ പൂജാ കർത്തവ്യാ വിധിസംയുത താസാം ഫലാനി വക്ഷ്യാമി നവാനാം പൂജനേ സദാ കുമാരി പൂജിതാ കുര്യാൽ ദുഃഖദാരിദ്ര്യനാശനം ശത്രുക്ഷയം ധനായുഷ്യം ബലവൃദ്ധിം കരോതി വൈ
ത്രിമൂർത്തിപൂജനാദായുസ്ത്രിവർഗസ്യ ഫലം ഭവേൽ. ധനധാന്യാഗമശ്ചൈവ പുത്രപൗത്രാദിവൃദ്ധയാ. വിദ്യാർത്ഥി വിജയാർത്ഥി ച രാജ്യാർത്ഥി യശ്ച പാർത്ഥിവ. സുഖാർത്ഥി പൂജയേന്നിത്യം കല്യാണിം സർവകാമദാം. കാളികാം ശത്രുനാശാർത്ഥം പൂജയേൽ ഭക്തിപൂർവകം. ഐശ്വര്യധനകാമശ്ച ചണ്ഡികാം പരിപൂജയേൽ. പൂജയേച്ഛാംഭവീം നിത്യം നൃപസമ്മോഹനായ ച. ദുഃഖദാരിദ്ര്യനാശായ സംഗ്രാമേ വിജയായ ച. ക്രൂരശത്രുവിനാശാർത്ഥം തഥോഗ്രകർമ്മസാധനേ. ദുർഗാം ച പൂജയേദ്ഭക്ത്യാ പരലോകസുഖായ ച. വാഞ്ഛിതാർത്ഥസ്യ സിദ്ധ്യർത്ഥം സുഭദ്രാം പൂജയേൽ സദാ. രോഹിണീം രോഗനാശായ പൂജയേൽ വിധിവന്നരാ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ശ്രീമഹാലക്ഷ്മ്യൈ നമഃ. ഓം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയസ്കന്ധം 26-ാമത്തെ അധ്യായത്തിൽ 38-ാമത്തെ ശ്ലോകം മുതൽ 50 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്ത് സമർപ്പിച്ചത്. ഇനി ഭാഷാഗാനമായി അതിനെ പാടി നമുക്ക് സമർപ്പിക്കാം. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവീ നമഃ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ശക്തി പോലെ പൂജാദികൾ വിസ്തരിച്ചു നടത്തിടാം. ശക്തി പൂജ നടത്തുമ്പോൾ വിശുക്കരുത്. ഒരു വയസ്സുള്ളവളെ പൂജയ്ക്കായിട്ടു പാടില്ല. സുഗന്ധം പോലും അവൾക്കു അറിയുകില്ല. 2 വയസ്സുള്ളവളെ കുമാരിയെന്നു പറയാം. 3-ആയാൽ ത്രിമൂർത്തി, 4 കല്യാണി താനും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. 5-ആയാൽ രോഹിണിയും, 6-ആയാൽ കാളിക താനും, 7 ചണ്ഡികയും, 8 ശാംഭവി താനും. 9-ആയാൽ ദുർഗ, 10 സുഭദ്രയും, അതിനുമേൽ കന്യകയെ പൂജകളിൽ വർദ്ധിച്ചിടേണം. ഈ വിധത്തിൽ പൂജിക്കണം. വിധി പോലെ അതുകൊണ്ടു എന്തു ഫലം എന്നതും ഞാൻ ഇപ്പോൾ പറയാം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. കുമാരിയെ പൂജിച്ചിടിൽ ദുഃഖദാരിദ്ര്യങ്ങൾ തീരും. ശത്രുക്കളെ പൂർണ്ണമായും നശിക്കും നൂനം. ധനമുണ്ടായിടുമൊപ്പം ആയുസ്സും ഉണ്ടാകും. പിന്നെ ബലവും അഭിവൃദ്ധിയും ലഭിക്കുമല്ലോ. ത്രിമൂർത്തിയെ പൂജിച്ചിടിൽ ആയുസ്സൊപ്പം പുത്രാദികൾ. ധർമാർത്ഥകാമങ്ങളെല്ലാം ലഭിക്കും നൂനം.
അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. വിദ്യാർത്ഥി വിജയാർത്ഥിയും രാജ്യാർത്ഥിയും സുഖാർത്ഥിയും കാമദയം കല്യാണിയെ പൂജിച്ചിടേണം. വിദ്യാർത്ഥി വിജയാർത്ഥിയും രാജ്യാർത്ഥിയും സുഖാർത്ഥിയും കാമദയം കല്യാണിയെ പൂജിച്ചിടേണം. ശത്രുനാശം കാളികയാൽ ഐശ്വര്യധനാദികൾക്കു ചണ്ഡികയെ വിധി പോലെ പൂജിച്ചിടേണം. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. നൃപസമ്മോഹനത്തിനും ദുഃഖദാരിദ്ര്യം അകലാൻ യുദ്ധവിജയത്തിനും നൽ ശാംഭവി തന്നെ. ക്രൂരശത്രു വിനാശാർത്ഥം ഉഗ്രകർമ്മം സാധിക്കാനായി പരലോക സുഖത്തിനും ദുർഗാപൂജ താൻ. അഭീഷ്ടസാധ്യത്തിനായി സുഭദ്രയെ രോഗശാന്തി നേടാനായി രോഹിണിയെ പൂജിച്ചിടേണം. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്ര ഭഗവതി അമ്മേ ശരണം. ദേവി ശരണം ലക്ഷ്മി ശരണം ഭദ്രേ ശരണം. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ദേവി ശരണം ലക്ഷ്മി ശരണം ഭദ്രേ ശരണം വാണി ശരണം ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദപത്മമതിലായി ചരണപത്മമതിലായി ചരണയുഗ്മമതിലായി വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 298 ദിവസം. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 26 അധ്യായത്തിൽ 37 ശ്ലോകം മുതൽ 50 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. എങ്ങനെയാണ് ഭഗവതി പൂജ നടത്തേണ്ടത്, കുമാരി പൂജ എങ്ങനെ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്നത്. പറഞ്ഞു, കുമാരിമാരെ വേണ്ട പോലെ വസ്ത്രാലങ്കാരാദികളും ഭക്ഷണമൊക്കെ കൊടുത്ത് സന്തോഷിപ്പിക്കണം, പൂജിക്കണം. എങ്ങനെ വേണം എന്നുള്ളതാണ് പറയുന്നത്. ഏകൈകാം പൂജയെ നിത്യമേകവൃദ്ധ്യാ തഥാ പുനഃ ദ്വിഗുണം ത്രിഗുണം വാപി പ്രത്യേകം നവകം ച വാ. ആദ്യത്തെ ദിവസം ഒരു കുമാരിയെ പൂജിക്കണം.
നിത്യം പൂജിക്കണം അല്ലേ? ഓരോരുത്തരെ ഓരോ ദിവസമായിട്ട് പൂജിക്കുക. ഏകവൃദ്ധ്യാ തഥ പുന, അങ്ങനെ ആ ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ എന്നുള്ള രീതിയിൽ. അപ്പം രണ്ടാമത്തെ ദിവസം 2 പേരെ, മൂന്നാമത്തെ ദിവസം 3 പേരെ, ഇങ്ങനെ ക്രമമായി പ്രത്യേകം നവകം ചവ 9 പേരെ പൂജിക്കണം. 9ാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോൾ ആ 9 കന്യകമാരിൽ 9ാമത്തെ കന്യകയെ പൂജിക്കണം എന്ന് പറയുന്നു. അപ്പോൾ ഓരോ ദിവസവും പുതിയ 9 കന്യകമാരെ പൂജിക്കണം എന്നും ഒരു പക്ഷാന്തരമുണ്ട്, ആചാര്യന്മാർ പറഞ്ഞു തരുന്നുണ്ട്. ഏതായാലും പെൺകുട്ടികളെ 2 മുതൽ 10 വയസ്സ് വരെയുള്ള പ്രായമുള്ള പെൺകുട്ടികളെ പൂജിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി. അത് ചില സ്ഥലങ്ങളിൽ 9 പേരെ, 2 വയസ്സുള്ള 9 പേരെ ആദ്യത്തെ ദിവസം, 3 വയസ്സുള്ള 9 പേരെ രണ്ടാമത്തെ ദിവസം, അങ്ങനെ പതിവുണ്ട്. അതല്ലെങ്കിൽ 9 പേരെ 2, 3, 4, 5, 6, 7, 8, 9, 10 വയസ്സുള്ളവരെ ഓരോ ദിവസവും പൂജിക്കുക. അങ്ങനെ പല രീതിയിലും പതിവുണ്ട്. ഏതായാലും വിഭവസ്യാനുസാരേണ, സമ്പത്തിനനുസരിച്ച് വിഭവത്തിനനുസരിച്ച് കർത്തവ്യം പൂജനം കില, വിത്തശാഠ്യം ന കർത്തവ്യം രാജൻ ശക്തിമഘേ സദാ. പൂജാവിധികൾ വിസ്തരിച്ചു ചെയ്യാം, ചുരുക്കി ചെയ്യാം, പൂജിക്കണം എന്തായാലും. പക്ഷേ രാജാവേ, ഈ അംബികാ പൂജ, ശക്തി പൂജ നടത്തുന്ന സമയത്ത് ഒരിക്കലും വിത്തശാഠ്യം ന കർത്തവ്യം, വിത്തത്തിൽ ശാഠ്യം പിടിക്കരുത് എന്ന് വെച്ചാൽ പിശുക്ക് കാണിക്കരുത്, ലുബ്ധ കാണിക്കരുത് എന്ന് ചുരുക്കം. ഏകവർഷാ ന കർത്തവ്യ കന്യാ പൂജാ വിധൗ നൃപ. 1 വയസ്സുള്ള പെൺകുട്ടികളെ പൂജയ്ക്ക് ഉപയോഗിക്കാറില്ല, സ്വീകരിക്കാറില്ല. കാരണം എന്താ? പരമജ്ഞാതു ഭോഗാനാം ഗന്ധാദീനാം ച ബാലിക. പരമജ്ഞാതു, അവർക്ക് അറിവില്ല. എന്തിന്? ഈ സുഗന്ധങ്ങൾ ഒക്കെ അറിയാനുള്ള കഴിവില്ല, സുഗന്ധാദ്യ അനുഭവങ്ങളില്ല 1 വയസ്സായാൽ. 2 വയസ്സാകുമ്പോഴാണ് അത്രേ അതൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഓരോരുത്തരെയും പൂജിക്കണം. ഓരോ 2 വയസ്സ്, 3 വയസ്സ്, 4 വയസ്സ് ഇവർക്കൊക്കെ പ്രത്യേകം പേരുകളും കൽപ്പിച്ചിട്ടുണ്ട്. കുമാരികാതു സാ പ്രോക്ത ദ്വിവർഷായാ ഭവേദിഹ. 2 വയസ്സ് പ്രായമുള്ള കുട്ടികളെ കുമാരിക അല്ലെങ്കിൽ കുമാരി എന്ന് പറയുന്നു. പിന്നെയോ ത്രിമൂർത്തിശ്ച ത്രിവർഷാച കല്യാണി ചതുരബ്ധിക. 3 വയസ്സായി കഴിഞ്ഞാൽ അവരെ ത്രിമൂർത്തി എന്ന് വിളിക്കും. 4 വയസ്സായി കഴിഞ്ഞാൽ കല്യാണി എന്ന് പറയുന്നു. രോഹിണി പഞ്ചവർഷാച, 5 വർഷമായാലോ രോഹിണിയാണ്. ഷഡ്വർഷ കാളികാ സ്മൃത, കാളികയാണ് 6 വയസ്സായി കഴിഞ്ഞാൽ. ചണ്ഡിക സപ്തവർഷ സ്യാദ്, 8 വർഷാച്ച സാംഭവി. 7 വയസ്സായി കഴിഞ്ഞാൽ അവരെ ചണ്ഡിക എന്നും 8 വയസ്സുള്ള പെൺകുട്ടികളെ ശാംഭവി എന്നും വിളിക്കുന്നു. നവവർഷ ഭവേ ദുർഗ, 9 വയസ്സായാലോ 8ാമത്തെ ദിവസമാണ് 9 വയസ്സുള്ള കുട്ടിയെ പൂജിക്കുക. അതാണ് ദുർഗ എന്ന് വിളിക്കുന്നു അല്ലേ? അപ്പൊ ദുർഗാ പൂജയാണ് നടത്തുക എന്ന് പറയുന്നു. പിന്നെ 10 വയസ്സുള്ള കുട്ടിക്കോ സുഭദ്ര ദശവാർഷികി, സുഭദ്ര എന്ന് പേര്. അത ഊർധ്വം ന കർത്തവ്യ സർവകാര്യ വിഗർഹിത. അതിനുമേൽ പ്രായമുള്ള കുട്ടികളെ, ഒരുപക്ഷെ ആ രജസ്വലയാകാൻ സാധ്യതയുള്ളത് കൊണ്ടാവാം, അങ്ങനെ 10 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികളെ പൂജാതി കർമ്മങ്ങൾക്ക് ഉപയോഗിക്കരുത്, വർജിക്കണം എന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞു. അപ്പൊ കുമാരി, ത്രിമൂർത്തി, കല്യാണി, രോഹിണി, കാളിക, ചണ്ഡിക, ശാംഭവി, ദുർഗ, സുഭദ്ര എന്നാണ് ഈ പേരുകൾ. പിന്നെ ഏഭിശ്ച നാമഭി പൂജാ കർത്തവ്യാ വിധി സംയുത താസാം ഫലാനി വക്ഷ്യാമി നവാനാം പൂജനേ സദാ. ഇപ്പൊ പറഞ്ഞ ഈ 9 പേരില്ലേ, ഇവരെ പൂജിച്ചു കഴിഞ്ഞാൽ, ഓരോരുത്തരെയും പൂജിക്കണം. ഇങ്ങനെ പൂജിച്ചാൽ വിധിയോടുകൂടി പൂജിക്കുകയാണ് വേണ്ടത്. അങ്ങനെ പൂജിച്ചാൽ എന്താണ് ഫലം കിട്ടുക എന്നുള്ളത് അടുത്തതായിട്ട് പറയാം എന്ന് പറഞ്ഞു. കുമാരി പൂജിതാം, കുമാരികയെ അല്ലെങ്കിൽ കുമാരിയെ പൂജിച്ചു കഴിഞ്ഞാൽ കുര്യാൽ ദുഃഖദാരിദ്ര്യനാശനം, ദുഃഖവും ദാരിദ്ര്യവും ഇല്ലാതെയായിട്ട് തീരും, സുഖവും ഐശ്വര്യവും ഉണ്ടാവും. പിന്നെയോ ശത്രുക്ഷയം ധനായുഷ്യം,
ബലവൃദ്ധിം കരോതി വൈ, പിന്നെ ധനമുണ്ടാവും അല്ലേ? അവിടെ ദാരിദ്ര്യം നശിച്ചാൽ ധനം ഉണ്ടാവും, ആയുസ് ഉണ്ടാവും, ബലം, അഭിവൃദ്ധി, ഇതൊക്കെ കുമാരിയെ പൂജിച്ചാൽ ഉണ്ടാകുന്നതാണ് എന്ന് പറഞ്ഞു. പിന്നെയോ ത്രിമൂർത്തി പൂജനാദായുസ്ത്രിവർഗസ്യ ഫലം ഭവേൽ. ത്രിമൂർത്തിയെ പൂജിച്ചാൽ ആയുസ് ഉണ്ടാവുന്ന മാത്രമല്ല, 4 പുരുഷാർത്ഥങ്ങളിൽ ധർമ്മം, അർത്ഥം, കാമം, ഇത് 3ഉം നമുക്ക് ലഭിക്കും എന്ന് പറയുന്നു. ധനധാന്യാഗമശ്ചൈവ പുത്രപൗത്രാദി വൃദ്ധയ, ധനധാന്യങ്ങളൊക്കെ ഉണ്ടാവും, പുത്രപൗത്രാദി വർധനവുണ്ടാവും. ഇതൊക്കെ ത്രിമൂർത്തിയെ പൂജിച്ചാലുള്ള പ്രത്യേകതയാണ്. വിദ്യാർത്ഥി വിജയാർത്ഥി ച രാജ്യാർത്ഥി യശ്ച പാർത്ഥിവ. ഹേ രാജാവേ, പറയാണ്, സുഖാർത്ഥി പൂജയെ നിത്യം കല്യാണിം സർവകാമദം. അപ്പോൾ വിദ്യയെ ആഗ്രഹിക്കുന്ന ആളുകളും വിജയം ആഗ്രഹിക്കുന്ന ആളുകളും രാജ്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന പാർത്ഥിവൻ രാജാവും, സുഖാർത്ഥി സുഖം വേണമെന്ന് ആഗ്രഹിക്കുന്നവരും സർവകാമവരപ്രദയായിരിക്കുന്ന കല്യാണിയെ പൂജിക്കണം എന്നാണ്. 3-ാമത്തെ ദിവസം. 4-ാമത്തെ ദിവസം രോഹിണിയാണ് പൂജിക്കേണ്ടത്. രോഹിണിയെ പൂജിച്ചാലുള്ള ഫലം ഇപ്പോഴല്ല പറയാം, 50-ാമത്തെ ശ്ലോകത്തിലാണ് പറയാം. പിന്നെ അതേപോലെ തന്നെ അടുത്തതായിട്ട് പിന്നെ ആരെ പൂജിക്കണ കാര്യമാണ് പറഞ്ഞത്? കാളികാം ശത്രുനാശാർത്ഥം പൂജയൽ ഭക്തിപൂർവകം. ആരാണ് കാളിക? 6 വയസ്സുള്ള ആളാണ് കാളിക. 5-ാമത്തെ ദിവസമാണ് കാളികയെ പൂജിക്കുക. ആ കാളികയെ ഭക്തിപൂർവം പൂജിച്ചാൽ എന്താ? ശത്രുനാശാർത്ഥം, ശത്രുനാശം ആഗ്രഹിക്കുന്നുവെങ്കിൽ, അത് ആഗ്രഹിച്ചിട്ടാണെങ്കിൽ കാളികയെ പൂജിക്കണം. ഐശ്വര്യ ധനകാമശ്ച ചണ്ഡികാം പരിപൂജയിൽ, ഐശ്വര്യം, ധനം, ഇതൊക്കെ ആഗ്രഹിച്ചിട്ടാണെങ്കിൽ ചണ്ഡികയെ 6-ാമത്തെ ദിവസം പൂജിക്കുന്ന 7 വയസ്സുള്ള ചണ്ഡികയെ പൂജിക്കണം. 8 വയസ്സുള്ളതാണ് ശാംഭവി. ആ ശാംഭവിയെ പൂജിക്കാനോ രാജാക്കന്മാരെ വശീകരിക്കാൻ, ദുഃഖദാരിദ്ര്യങ്ങളൊക്കെ ശമിക്കാൻ, യുദ്ധവിജയത്തിന്, സംഗ്രാമേ വിജയായ ച പൂജയിൽ ശാംഭവിയും നിത്യം, ആ ശാംഭവിയെ നിത്യം പൂജിക്കണം. പിന്നെ ക്രൂരശത്രുവിനാശാർത്ഥം, ക്രൂരന്മാരായിട്ടുള്ള ശത്രുക്കളൊക്കെ നശിക്കാൻ, തഥോഗ്രകർമ്മസാധനെ, ഉഗ്രകർമ്മങ്ങൾ സാധിക്കാൻ, ദുർഗാംച പൂജയിൽ ഭക്തിയ പരലോകസുഖായ ച, പരലോകസുഖത്തിനു കൂടി ആ ദുർഗയെയാണ് പൂജിക്കേണ്ടത്. 9 വയസ്സുള്ള കന്യകയാണ് ദുർഗ. 8-ാമത്തെ ദിവസമാണ് ദുർഗാ പൂജ നടക്കുകയും ചെയ്യുക അല്ലേ? ആ അഷ്ടമിയുടെ അന്ന് ആണ് ദുർഗാപൂജ നടക്കുക. പിന്നെ 10 വയസ്സുള്ള ആളാണ് സുഭദ്ര. ആ സുഭദ്രയെ എപ്പോൾ പൂജിക്കണം എന്നാണ് പറയുന്നത്? സാധ്യം എല്ലാ കാര്യങ്ങളും, ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ, വാഞ്ചിതാർത്ഥസ്യ സിദ്ധ്യർത്ഥം, അവിടെ അതിനുവേണ്ടി സുഭദ്രാം പൂജയിൽ സദാ, നിത്യം, സദാ എന്നുള്ളതൊക്കെ ഉറപ്പിച്ച് പറയണേ, എപ്പോഴും പൂജിച്ചുകൊണ്ടിരിക്കണമെന്നാണ്. പിന്നെയാണ് പറഞ്ഞത് രോഹിണിം രോഗനാശായ പൂജയിൽ വിധിവന്നര. രോഹിണിയെ, രോഹിണി 5 വയസ്സുള്ളവളാണ്. 6-ാമത്തെ ദിവസമാണ് രോഹിണിയെ പൂജിക്കുക. പക്ഷേ ഇവിടെ പറയുകയാണ്, ആ രോഹിണിയെ പൂജിച്ചാൽ എന്തുണ്ടാവും? രോഗശമനമുണ്ടാവും എന്നുകൂടി പറഞ്ഞാണ് ആ രംഗം സമർപ്പിക്കുന്നത്. ഇനി എങ്ങനെയൊക്കെയാണ്, ഇനി എന്തൊക്കെ ചെയ്യണം, പൂജാവിധികളുടെ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതാണ് ഇനി 51-ാമത്തെ ശ്ലോകം മുതൽ പറയുക. അത് നമുക്ക് നാളെ അനുസ്മരിക്കാം. ഇന്ന് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്തിയാദരപൂർവം സമർപ്പിക്കുന്നു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. ഒഴിയുന്നു ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം
പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു.
ലോകാः സമസ്താः സുജനാ ഭവന്തു. ലോകാः സമസ്താः ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ. തമസോ മാ ജ്യോതിർഗമയ. മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.